കോഴിക്കോട് സർക്കാർ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ഗർഭിണിയായ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ കയറ്റാതെ പുറത്താക്കിയെന്ന പരാതി അവസാന വർഷ വിദ്യാർത്ഥി അസ്ന നവാസിനാണ് ദുരനുഭവം നേരിട്ടത്. സംഭവം ഹോസ്റ്റൽ മീറ്റിംഗിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ അസ്ന ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ പ്രതികാര നടപടി സ്വീകരിക്കുന്നതായും പരാതിയുണ്ട്. മാർച്ച് 29-നാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ കോട്ടയം സ്വദേശി അസ്ന നവാസിനെ വൈകിയെത്തിയെന്ന പേരിൽ ഹോസ്റ്റലിൽ കയറ്റാതെ പുറത്താക്കുകയായിരുന്നു. 3 മാസം ഗർഭിണിയായിരുന്ന അസ്ന ശാരീരികമായി ഏറെ അവശയാണ് എന്നറിയിച്ചിട്ടും ഹോസ്റ്റൽ വാർഡൻ കൂടിയായ പ്രിൻസിപ്പൽ അസ്നയെ ഹോസ്റ്റലിൽ കയറ്റാൻ വിസമ്മതിച്ചു. ഹോസ്റ്റലിൽ കയറ്റാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും മാമിന് കയറ്റാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുക അങ്ങനെ പറയാനുണ്ടായത്. അത് എൻ്റെ പാരൻസിനെയും എന്നെ നല്ല രീതിക്ക് മാനസിക സമ്മർദ്ദത്തിലാക്കി. പിന്നീട് ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 8 മണിയോടെ എനിക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പം നേരിട്ട് എൻ്റെ പാരൻസ് പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോഴും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സമയത്ത് ഇത് ഹോട്ടലൊന്നും അല്ല ആ ഒരു രീതിക്കാണ് പ്രിൻസിപ്പൽ അന്ന് എൻ്റെ ഫാദറിനോട് സംസാരിച്ചത്. രാത്രി 9:30 ഹോസ്റ്റലിൽ കയറണമെന്നുള്ളതാണ് ഹോസ്റ്റൽ നിയമം. അടിയന്തര സാഹചര്യങ്ങളിൽ വൈകിയെത്തിയാൽ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ വൈകിട്ട് 7 മണിക്ക് മുൻപ് ഹോസ്റ്റൽ വാർഡനെയോ അസിസ്റ്റന്റ് വാർഡനെയോ വിളിച്ച് അനുവാദം വാങ്ങണമെന്നും ഹോസ്റ്റൽ നിയമത്തിൽ പറയുന്നു. അതനുസരിച്ച് വൈകിട്ട് 4 മണിക്ക് തന്നെ ഹസ്നയുടെ പിതാവ് പ്രിൻസിപ്പലിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഹോസ്റ്റലിൽ കയറ്റാതായതോടെ അന്നേ ദിവസം ഹോട്ടലിൽ മുറിയെടുത്താണ് വിദ്യാർത്ഥി താമസിച്ചത്. എന്നാൽ അസ്ന വിഷയം പരാതിയായി ഉന്നയിച്ചിരുന്നില്ല. ഏപ്രിൽ 17 ചേർന്ന ഹോസ്റ്റൽ യോഗത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ യോഗത്തിൽ സംസാരിച്ചതിനെതിരെ പ്രതികാര നടപടി എന്ന വണ്ണം ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ബഷീറ ബാനു അസ്നയ്ക്കെതിരെ പ്രിൻസിപ്പലിന് പരാതി നൽകി. എനിക്കിതിന് പുറകെ മാമിന് അഗെയിൻസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ ശാരീരികമായിട്ട് അത്രയും വീക്കായിരുന്നു. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ടിരുന്നിട്ടും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കെതിരെ മാം കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവിടെ പറഞ്ഞത് മറ്റൊരു വിധത്തിലാണ് ഇവിടെ കോളേജിൽ പുറത്തിറങ്ങിയത്. അതിനുശേഷം എന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വിളിക്കുകയും ഒപ്പിടിപ്പിക്കാൻ വിളിപ്പിക്കുകയും എൻ്റെ സഹപാഠികളെ വിളിപ്പിക്കുകയും എന്നെ മാനസികമായിട്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ മീറ്റിംഗിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അസ്ന ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടിയായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോളേജ് അധികൃതർ. കോളേജ് അധികൃതരുടെ പ്രതികാര നടപടിക്കെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. ഇത് തികച്ചും ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. ഒരു കുട്ടി ഒരു കൺസേൺ ഇഷ്യൂ ഒരു മീറ്റിംഗിൽ ഒരു അതോറിറ്റിനോട് പറയുമ്പം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണോ കുട്ടിക്ക് കൊടുക്കേണ്ടത്? ഓക്കെ, എന്തെങ്കിലും റേസ് ചെയ്ത് കഴിഞ്ഞ് അത് ഇങ്ങനെയൊക്കെ തീരും, അപ്പോൾ ഇനി ആരും റേസ് ചെയ്യണ്ട എന്നുള്ള മെസ്സേജാണ് കുട്ടികൾ, ഞങ്ങളെ ജൂനിയർ കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെയല്ലേ എത്തുക. കോളേജ് കൗൺസിൽ യോഗം ചേർന്ന് വിഷയത്തിൽ നടപടി സ്വീകരിക്കാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി KR, അസിസ്റ്റന്റ് വാർഡനും പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ബഷീറ ബാനു എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.